ജഗൻ ഒരു വലിയ കുടികാരനായിരുന്നു. അവൻ എപ്പോഴും കുടിച്ചുകൊണ്ടേയിരിക്കും. അവൻ ബോട്ടിൽ വാങ്ങിയിട്ട് തന്റെ വീട്ടിലേക്ക് പോയി. എന്റെ ജിമ്മിക്ക് കമ്മൽ എന്റെ കട്ടുണ്ട് പോയി, എന്റെ ബ്രാണ്ടിക്കുപ്പി അത് അങ്ങ് അടിച്ചു പോയി. രാത്രി ഇരുട്ടത്ത് തനിച്ച് നടന്ന് അവൻ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവനെ ചുറ്റി ഒരുപാട് കെട്ടിടങ്ങളായിരുന്നു. അവൻ ഒരു ചെറിയ തെരുവിലൂടെ നടന്നു പോവുകയായിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവൻ അവിടെ ഒരു ബോർഡ് കണ്ടു. ഇവിടെ ആരും വരാൻ പാടില്ല. ഞാൻ വന്നാലെന്താ? എടാ, ഞാൻ എവിടെ വേണമെങ്കിലും വരും, ഏത് വീട്ടിൽ വേണമെങ്കിലും ഞാൻ കേറിയിരിക്കും. അത് എന്റെ ഇഷ്ടമാണ്, മനസ്സിലായോ നിനക്ക്? ജഗൻ ആ ഗേറ്റിനെ നോക്കി. പക്ഷെ ആ ഗേറ്റ് പൂട്ടിട്ടില്ലായിരുന്നു. ഗേറ്റിനെ ചുറ്റി വലിയ വലിയ ചെടികൾ വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഇവന്മാരിവിടെ ഒരു പൂട്ടൊന്നും വെക്കുകയില്ല, പിന്നെ ബോർഡിലിടുന്ന ആരും വരാൻ പാടില്ല എന്ന്. എന്തൊരു മണ്ടന്മാരാ. ഞാൻ ഈ വീട്ടകത്തിലേക്ക് പോകും. ഇവന്മാർ എന്ത് ചെയ്യാനാ? ജഗൻ ആ ഗേറ്റ് തുറക്കാനായി തന്റെ കൈ അതിലേക്ക് വെച്ചു. ഉടൻ തന്നെ ഇടിയും മിന്നലും ഇടിക്കാൻ തുടങ്ങി. അത് കൂട്ടാക്കാതെ ജഗൻ ആ ഗേറ്റ് തുറന്നു. ആ സ്ഥലത്തിനകത്തേക്ക് അവൻ അവന്റെ കാലെടുത്തു വെച്ചു. ഉടൻ തന്നെ അവിടെ ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി. രാവിലെ തൊട്ട് നല്ല ചൂടായിരുന്നു, ഇപ്പൊ എന്താ ഇങ്ങനെ മഴ പെയ്യുന്നത്? ജഗൻ അവിടെയും ഇവിടെയും തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു. ഇവിടെ കേറിയിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെ അമ്മമാർ എന്തിനാ ഈ ബോർഡ് ഇങ്ങനെ വെക്കുന്നത്? ജഗൻ അവിടെ നിന്നും പുറത്തേക്ക് പോകാനായി ശ്രമിച്ചു. പക്ഷെ അവൻ ഗേറ്റിനരികിലേക്ക് ചെന്നപ്പോൾ അവന്റെ കാലിൽ 2 വേരുകൾ വന്ന് ചുറ്റിപ്പിടിച്ചു. അവനെ കൊണ്ട് അവിടെ നിന്നും പോകാൻ പറ്റിയില്ല. ഗേറ്റിലുണ്ടായിരുന്ന ചെടികൾ ജഗന്റെ കയ്യിലും ചുറ്റിപ്പിടിച്ചു. പിന്നെ കുറച്ച് വേരുകൾ അവന്റെ കഴുത്തിലും കയറി പിടിച്ചു. കഴുത്തിനെ മുറുക്കി. വേരുകൾ അവന്റെ കഴുത്തിൽ ഇറുക്കി പിടിച്ച് അവന്റെ ശ്വാസം തന്നെ നിലപ്പിച്ചു. അവൻ മരിച്ച ഉടനെ തന്നെ ആ വേരുകൾ അവന്റെ അടുത്തു നിന്നും തിരിച്ചുപോയി. ഉടൻ തന്നെ പെട്ടെന്ന് ജഗൻ മണ്ണിനടിയിലേക്ക് പോയി. കുറച്ചു സമയത്തിനകം തന്നെ ജഗൻ അവിടെ ഉണ്ടായിരുന്നതിന്റെ യാതൊരു അടയാളവും ഇല്ലായിരുന്നു. അടുത്ത ദിവസം തന്നെ ജഗന്റെ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ അവനെ കാണാനില്ലെന്ന് കംപ്ലൈന്റ് നൽകി. പക്ഷെ ഒരു പ്രയോജനവുമില്ല. അവന്റെ കഥ മൊത്തമായി കഴിഞ്ഞു. എങ്കിലും ജഗനെ കാണാനില്ലെന്ന് അവിടത്തെ ബോർഡിൽ ഒട്ടിച്ചു വെച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അതുവഴി വേറൊരു വ്യക്തി നടന്നു പോവുകയായിരുന്നു. ആ വേരുകൾ അദ്ദേഹത്തെയും ചുറ്റിപ്പിടിച്ച് കൊന്നുകളഞ്ഞു. അദ്ദേഹത്തിന്റെ ശരീരവും മണ്ണിനകത്ത് ചെന്നു മറഞ്ഞു. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ ഒരു സേഠ്ജി ആ സ്ഥലം കണ്ടു. ഇവന്മാരും ഇവിടെ ഭൂതമുണ്ടെന്നൊക്കെ പറഞ്ഞു വെറുതെ പറ്റിക്കാണല്ലേ. ഈ സ്ഥലം നമ്മുടെ പേരിൽ കോടിക്കണക്കിന് നമുക്ക് വിൽക്കാനും പറ്റും. അതിനു മുമ്പ് ഈ സ്ഥലം ഗുരുജി എന്താണോട് ചോദിച്ചങ്ങ് സമ്മതിക്കണം. അടുത്ത ദിവസം സേഠ്ജി ഗുരുജിയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സേഠ് അകത്തേക്ക് പോകാനായി ശ്രമിച്ചു. നിൽക്കൂ, അകത്തേക്ക് പോയാൽ നിന്റെ അന്ത്യം തന്നെയാണ്. ഇത് കേട്ടതും സേഠ് അകത്തേക്ക് പോകാതെ നിന്നു. ഗുരുജി തന്റെ ദിവ്യ ദൃഷ്ടി മൂലം അവിടുത്തെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കി. നിനക്ക് ആ ഗേറ്റിന്റെ അകത്തേക്ക് പോവാം, പക്ഷെ തിരിച്ച് ജീവനോട് വരാൻ പറ്റില്ല. നീ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും നിന്റെ ജീവൻ പോവും. സ്വാമിജി, ഞാൻ ഈ സ്ഥലം വിറ്റിട്ട് കോടിക്കണക്കിന് സമ്പാദിക്കാനുള്ള ഐഡിയയിലായിരുന്നു ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിന്റെ ജീവൻ തന്നെ പോയാൽ പിന്നെ ഈ കാശ് വെച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കിത് മനസ്സിലാവണമെങ്കിൽ ഈ സ്ഥലത്തിന്റെ ഒരു കഥയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. പണ്ട് ഈ സ്ഥലത്തിന്റെ ഓണർ വന്നിട്ട് മാസ്റ്റർ ഗിരിധർ എന്ന ഒരു വ്യക്തിയായിരുന്നു. മോളെ, ഞാൻ ഈ സ്ഥലം എന്തായാലും ഒരു നല്ലൊരു സ്കൂളായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് കെട്ടിയതിനു ശേഷം ഈ സ്കൂളിന്റെ പേര് എന്റെ അച്ഛന്റെ പേര് ഞാൻ തീർച്ചയായിട്ടും വെക്കും. തീർച്ചയായിട്ടും ഞാൻ ചെയ്തേ പറ്റുള്ളൂ. അതെ, പെട്ടെന്ന് തന്നെ എല്ലാം നടക്കും. ഗർദാറിലാൽ അവിടെ ഒരു സ്കൂൾ പണിയണമെന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി അദ്ദേഹം കാശ് ചേർത്ത് വെച്ചു. ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. അതിനകം തന്നെ തൊട്ടടുത്ത് വീടുകളൊക്കെ നിർമ്മിച്ചു തുടങ്ങി. അതുകാരണം ആ സ്ഥലത്തിന്റെ വില വീണ്ടും അധികരിച്ചു. ഗർദാലിലാലിന്റെ കയ്യിൽ ആ സ്ഥലത്ത് ഒരു വലിയ പ്ലോട്ട് ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഗുബേർ സിംഗ് എന്നു പേരുള്ള ഒരു റൗഡി ഉണ്ടായിരുന്നു. അവൻ ആ സ്ഥലത്തിന് ആഗ്രഹിച്ചു. ഗുബേർ സിംഗ് ഗർദാറിലാലിന്റെ വീട്ടിലേക്ക് ചെന്നു. നമസ്കാരം മാസ്റ്റർ ജി, എനിക്ക് നിങ്ങളുടെ സ്ഥലം വാങ്ങിക്കാനുള്ള ആഗ്രഹമുണ്ട്. അതിന്റെ വില എന്താണെന്ന് നിങ്ങൾ പറയുന്നത്? ക്ഷമിക്കണം, എനിക്ക് ആ സ്ഥലം വിൽക്കാൻ താല്പര്യമില്ല. അതെന്താ താല്പര്യമില്ലാത്തത്? ആ സ്ഥലം നിങ്ങളുടെ പേരിലല്ലേ ഉള്ളത്.
അതെന്താ വെച്ചാൽ ആ സ്ഥലത്ത് ഞാനൊരു സ്കൂൾ കെട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വേഗം ഒരു സ്കൂൾ കെട്ടാനുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. നിങ്ങൾ എന്താ ഇത്ര പാവമായിരിക്കുന്ന മാസ്റ്റർ ജി? വല്ലാതെ വിഷമമുണ്ട്. നിങ്ങൾ ഈ സ്കൂള് കെട്ടിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ആ സ്ഥലം എന്റെ പേരിൽ നിങ്ങൾ വിറ്റ് തന്നാൽ നിങ്ങൾക്ക് കുറെ പൈസ കിട്ടും. പിന്നെ ജീവിതം മുഴുവനും നിങ്ങൾ സന്തോഷത്തോടെ നിൽക്കാം. ഇല്ല സാറേ, എനിക്ക് അങ്ങനത്തെ ഒരു ജീവിതം വേണ്ട. എനിക്ക് ഈ സ്കൂൾ കെട്ടി എന്റെ അച്ഛന്റെ പേര് വെക്കണം എന്നാണ് ആഗ്രഹം. എന്റെ ജീവിതം മുഴുവനും ഇതാണ് എന്റെ സ്വപ്നവും. എന്നാ ഞാനൊന്ന് നോക്കട്ടെ താൻ എങ്ങനെയാ സ്കൂൾ കെട്ടുന്നെന്ന്. അപ്പോൾ ഗുബേർ സിംഗ് അവിടെ നിന്നും ഒന്നും സംസാരിക്കാതെ പോയി. പക്ഷെ അവൻ ഗർദാരിലാലിനെ ഒരുപാട് ശല്യം ചെയ്യാൻ തുടങ്ങി. ഗർദാരിലാലിന്റെ ജോലി പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. നിങ്ങൾ അദ്ദേഹത്തിന് ആ സ്ഥലം നൽകിക്കൂടെ? എന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? നിനക്ക് തന്നെ അറിയില്ലേ സ്കൂൾ കെട്ടുന്നതാണ് എന്റെ ഒരു വലിയ സ്വപ്നമെന്ന്. പക്ഷെ നമ്മുടെ ജീവൻ പോയതിനു ശേഷം സ്കൂള് വെച്ച് എന്തു ചെയ്യാനാ? ഞാൻ ഉണ്ടോ ഇല്ലയോ, പക്ഷേ തീർച്ചയായിട്ടും അവിടെ സ്കൂൾ കെട്ടണം. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗർദാരിലാലിന്റെ ഒരു പഴയ കൂട്ടുകാരൻ അദ്ദേഹത്തെ കാണാനായി വന്നു. സാർ, എന്റെ അടുത്ത് കുറെ പൈസയുണ്ട്. എനിക്ക് നിങ്ങളെ പോലെ കുറെ വിശ്വാസത്തിന് ചെലവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സ്കൂളിന് ചെലവ് ചെയ്യാൻ വേണ്ടി ഞാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്നും വിഷമിക്കണ്ട. ആ സ്കൂൾ നിങ്ങൾ ധൈര്യമായിട്ട് കെട്ടാനും പറ്റും. എന്തൊരു സന്തോഷം. നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്നെ എത്ര കാര്യത്തിലാണ് സഹായിക്കുന്നതെന്ന്. സുഹൃത്തേ, എനിക്ക് നിങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് സഹായിക്കാൻ വല്ലാതെ ആഗ്രഹമുണ്ട്. ഞാനുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? അതിനുശേഷം കുറച്ചു ദിവസത്തിനകം തന്നെ അവർ സ്കൂൾ നിർമ്മിക്കാനുള്ള ജോലി തുടങ്ങി. ഗർദാരിലാൽ ജോലി തുടങ്ങിയത് അറിഞ്ഞതും ഗുബേർ സിംഗ് അവിടേക്ക് തന്റെ അടിയാളുകളോടൊപ്പം എത്തി. എന്നിട്ട് പറഞ്ഞു, എടാ, ഈ സ്കൂളിൽ ഞങ്ങൾ ഇവിടെ കെട്ടാൻ സമ്മതിക്കില്ല. ഗുബേർ സിംഗിന്റെ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാരെയും ഇട്ട് അടിക്കാൻ തുടങ്ങി. വളരെ മോശമായി. ഗർദാരിലാൽ, അദ്ദേഹത്തിന്റെ ഭാര്യ ശാന്ത, പിന്നെ കൂടെ ഉണ്ടായിരുന്ന കുറെ ജോലിക്കാരും അവിടെ തന്നെ മരിച്ചുപോയി. എല്ലാരും മരിച്ചു വീണു. ഗുബേർ സിംഗിന്റെ ആളുകൾ അവരെ എല്ലാരെയും അവിടെ തന്നെ കുഴിയെടുത്ത് പൂഴ്ത്തി. ഒട്ടും താമസിക്കാതെ അന്നു മുതലാണ് ആ സ്ഥലം ഒരു ഭയങ്കരമായ സ്ഥലമായി മാറിയത്. മരിച്ചവരെല്ലാരും തന്നെ പ്രേതമായി മാറി അവിടെ തന്നെ ഇരിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗുബേർ സിംഗ് അവിടേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വേരുകൾ അദ്ദേഹത്തെ പിടിച്ചു ഞെരിച്ചു കൊന്നുകളഞ്ഞു. എന്നിട്ട് അവിടെ തന്നെ പൂഴ്ത്തിവെച്ചു. ആ പ്രശ്നം ഇതുവരെ തീർന്നിട്ടേയില്ല. അതുകൊണ്ടാണ് ഈ ഗേറ്റിനകത്ത് ആര് പോയാലും അവർക്ക് വീണ്ടും തിരിച്ച് ജീവനോടെ വരാൻ പറ്റില്ല. അവർ കാണാതെ ആയി പോവും. സ്വാമിജി, ഈ സ്ഥലത്ത് നിന്ന് ആ പ്രേതങ്ങളെ പുറത്താക്കാൻ എന്തെങ്കിലും നമുക്ക് വഴിയുണ്ടോ? വഴിയുണ്ട്, പക്ഷെ അതാരും ചെയ്യില്ലല്ലോ. എന്ത് വഴി? ഈ സ്ഥലത്തിൽ ഒരു സ്കൂള് കെട്ടണം. ഗർദാരിലാലുടെ ആഗ്രഹം നിറവേറ്റിയാൽ എല്ലാം നന്നായിട്ട് നടക്കും. അത് നടന്ന ശേഷം എല്ലാ ആത്മയ്ക്കും മുക്തിയും കിട്ടും. ശരി, എന്നാ ഞാൻ സ്കൂൾ തന്നെ കെട്ടാം. ഇതുവരെ ഞാൻ എന്റെ വരുമാനം പറ്റി ആലോചിച്ചിട്ടുള്ളൂ. ഗർദാരിലാലിന് അങ്ങനെ സംഭവിച്ചതിന് ശേഷം ഞാനും അതുപോലെ തന്നെ ചെയ്യണമെന്നല്ലേ? ഇനി മുതൽ എന്റെ ജീവിതത്തിലെ എല്ലാത്തിനും നല്ല കാര്യങ്ങളും ഞാൻ ചെയ്യുള്ളൂ. ഞാൻ ഈ സ്ഥലത്ത് ഒരു സ്കൂളേ കെട്ടുള്ളൂ. നിങ്ങളുടെ പുണ്യമായ ഈ കൈകൾ കൊണ്ടാണ് ഈ സ്കൂൾ തന്നെ തുറക്കേണ്ടത്. ശരി. ഗുരുജി കുറച്ചു മന്ത്രങ്ങൾ പറയാൻ തുടങ്ങി. ഗർദാരിലാൽ, നിന്റെ ആഗ്രഹം ഇവൻ നിറവേറ്റാൻ പോവുകയാണ്. നീ ഞങ്ങളുടെ കൂടെ തന്നെ ഇരിക്കണം. ഗുരുജി ആ മന്ത്രം പറഞ്ഞിട്ട് ആ സ്ഥലത്തിനകത്തേക്ക് പോയി. എന്നിട്ട് ഗുരുജി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന കല്ല് അവിടേക്ക് വെച്ചു. ആ കല്ല് താഴേക്ക് വെച്ചതും അവിടെ ഉണ്ടായിരുന്ന മാന്ത്രിക കൊടികളൊക്കെ പൂക്കളായി മാറി ആ സ്ഥലത്തേക്ക് പൊഴിഞ്ഞു. എല്ലാം നല്ലതായി നടക്കാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും അകത്തേക്ക് പോവാം. ആ ദിവസത്തിനു ശേഷം അവിടെ ആരുടെ ജീവനും പോയില്ല. സ്കൂളിന്റെ നിർമ്മാണ പണിയും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗുരുജി ആ സ്കൂളിനെ ഓപ്പൺ ചെയ്തു വെച്ചു. അങ്ങനെ ഗർദാരിലാലിന്റെ ഒരുപാട് ദിവസത്തെ സ്വപ്നം സഫലമായി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആത്മാക്കൾക്കും മുക്തി ലഭിച്ചു.